എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. എന്റെ പേര് പ്രവീൺ. ശ്രീഹരി ചേട്ടാ, ഞാൻ കുറച്ച് ദിവസങ്ങളായി കേട്ടുവന്നൊരു വാർത്തയാണ് സഞ്ജു സാംസൺ നമ്മുടെ രാജസ്ഥാൻ റോയൽസ് വിടുന്നു എന്നുള്ളൊരു വാർത്ത. എടാ അത് പറഞ്ഞപ്പോഴാ ഒറ്റവന്റെ എടാ നീ തിരുവനന്തപുരക്കാരുടെ കഥ മാത്രമേ പിടിക്കുള്ളൂ അല്ലെ? അതായത് നമ്മൾ സഞ്ജു സാംസൺ ഞാനൊക്കെ ഒരേ ഏരിയയിലാണ്. സഞ്ജു സാംസൺ വിഴിഞ്ഞത്തായിരുന്നു, ഞാന് പെരിങ്ങമലയിലാണ്. അപ്പൊ ഇപ്പം സഞ്ജു സാംസൺ വീട് മാറി ഇപ്പൊ കുറച്ച് മേളിലോട്ടായി. ആ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് അടുത്തോട്ടായി. അപ്പൊ നമുക്ക് വിഷയത്തിലോട്ട് വരാൻ ചേട്ടാ. നമുക്ക് ആ വാർത്ത കേട്ടിട്ട് നമുക്ക് ആ വിഷയത്തിലോട്ട് വന്നാലോ? ഓക്കെ. സഞ്ജുവിന്റെ തലവര മാറുമോ? ഇന്ത്യൻ ക്രിക്കറ്റ് താരവും രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനുമായ സഞ്ജു സാംസൺ അടുത്ത സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പം എത്തുമോ എന്ന ചർച്ചയാണ് സമൂഹ മാധ്യമങ്ങൾ. ചേട്ടൻ കേട്ടില്ലേ ഇതിനെ കുറിച്ച്? ചേട്ടൻ എന്താ പറയാനുള്ളത്? ഇത് ഞാനും കുറേ ദിവസങ്ങളായിട്ട് ഇത് കേൾക്കുന്നുണ്ട്. ഇതില് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പേഴ്സണലി എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് കുറച്ച് പേഴ്സണലി എനിക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. അതായത് സഞ്ജു സാംസൺ നമ്മുടെ കേരളത്തില് തൃശ്ശൂര്, അതായത് ഞാൻ അങ്കമാലിയാണല്ലോ, തൊട്ടപ്പുറത്ത് ചാലക്കുടിയില് നീ ഇപ്പൊ അറിയാൻ പറ്റുമായിരിക്കും, നമ്മുടെ മരണമാസം എന്ന് പറയുന്ന സിനിമയിലെ ഈ മരണമാസ സിനിമയുടെ പ്രൊഡ്യൂസർ റാഫേൽ, അദ്ദേഹവും സഞ്ജു സാംസണും ചേർന്നിട്ട് റൈസ് എന്ന് പറയുന്നിട്ട് ഒരു ക്രിക്കറ്റ് അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? റൈസ്. അതുപോലെ തന്നെ അവരൊരു ക്രിക്കറ്റ് സ്റ്റേഡിയം, അതും ഇന്റർനാഷണൽ സ്റ്റേഡിയം അവര് ഓർഗനൈസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇല്ല, സഞ്ജു സാംസണും ഇദ്ദേഹം കൂടിയാണ്, റാഫേൽ സാറും കൂടിയാണ് ഇത് നടത്തുന്നത്. അന്ന് നമ്മുടെ ഈ റൈസിന്റെയും പിന്നെ റാഫേൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ചാലക്കുടി ചാലക്കുടി ഡി സിനിമാസിന്റെ തൊട്ട് ചേർന്ന് തന്നെയാണ് ഫിലിം സിറ്റി. നമ്മുടെ അതായത് നമ്മുടെ എന്താണ് രാമോജിറാവ് ഫിലിം സിറ്റി പോലെ തന്നെ സെയിം ഇപ്പോ ഡബിങ്, ആർട്ട് എല്ലാം നടത്താവുന്ന ഒരു ഫിലിം സിറ്റി ചാലക്കുടിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഡി സിനിമാസിന്റെ തൊട്ട് ചേർന്ന് തന്നെ. അതും ഇദ്ദേഹത്തിന്റെയാണ്, ആരുടെ ഈ റാഫേൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെയാണ്. അപ്പൊ ഇതെല്ലാം ഇവരൊരു ഒരുമിച്ച് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അന്ന് ഞാൻ ഈ പ്രോഗ്രാമിന് ഗസ്റ്റായിട്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഞാനും സിനിമയും കാര്യങ്ങളായിട്ടുള്ളതുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. അന്ന് ഒരു സിനിമയുടെ ടൈറ്റിൽ ലോഞ്ചും കൂടി ഉണ്ടായിരുന്നു. ആ ടൈറ്റിൽ എന്ന് പറയുന്നത് സെഞ്ചുറി സൂപ്പർ കിങ്സ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ ടൈറ്റിൽ ലോഞ്ച്, വിനു വിജയൻ ഡയറക്ട് ചെയ്യുന്ന സിനിമയുടെ. അപ്പോ രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ആരൊക്കെ ഉണ്ടായിരുന്നു പറയുമ്പോൾ ദിലീപ് ഉണ്ടായിരുന്നു, അതായത് സിനിമാടൻ ദിലീപേട്ടൻ ഉണ്ടായിരുന്നു, ടൊവിനോ ഉണ്ടായിരുന്നു, ബേസിൽ ജോസഫ് ഉണ്ടായിരുന്നു, സഞ്ജു സാംസൺ ഉണ്ടായിരുന്നു. ഇത്രയും ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് ഇത്രയും പേര് ഇരുന്ന് കഴിഞ്ഞപ്പോൾ അന്ന് അവിടുത്തെ എനിക്ക് തോന്നുന്നു കോർപ്പറേഷന്റെ ആണോ മുനിസിപ്പാലിറ്റിയുടെ ആണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അവിടുന്ന് ഒരു കുറച്ച് നേതാക്കന്മാര് ഗസ്റ്റായിട്ട് വന്ന സമയത്ത് സഞ്ജു സാംസന്റെ കൂടെ രാജസ്ഥാൻ റോയൽസിന്റെ ഒരു കോച്ച്, മീൻസ് സപ്പോർട്ടിംഗ് കോച്ച്, എനിക്ക് അദ്ദേഹത്തിന്റെ പേര് കൃത്യമായിട്ട് അറിയില്ല, അങ്ങേർക്ക് ഇരിക്കാൻ സീറ്റില്ല. അപ്പൊ ഇവരിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ബേസിൽ ജോസഫ് മറ്റേ ടൊവിനോന്റെ തൊട്ടിപ്പുറത്താണ് സഞ്ജു ഇരിക്കുന്നത്. അപ്പൊ സഞ്ജു ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിനെ പിടിച്ചിട്ട് ഈ നമ്മുടെ ഹാൻഡ് സപ്പോർട്ടില്ലേ, ഈ ഹാൻഡ് സപ്പോർട്ടിൽ വിളിച്ച് ഇരുത്താണ്. ഇവരുടെ ബോണ്ടിങ് അത്രയാണ്. അതുപോലെ തന്നെ ഈ റേസിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് ക്രിക്കറ്റ് സ്പോൺസർഷിപ്പ് നടത്തുന്ന രാജസ്ഥാൻ റോയൽസ് ആണ്. അങ്ങനെയുള്ള രാജസ്ഥാൻ റോയൽസിന് വിട്ടിട്ട് സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് പോകും എന്ന്, പ്രത്യേകിച്ച് ഈ സീസണിൽ, ഇനി വരാൻ പോകുന്ന സീസണിൽ പോകും എന്ന് പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതെ, അതില് അവര് പറയുന്നൊരു കാര്യം, രാഹുൽ ദ്രാവിഡും സഞ്ജുവും തമ്മിൽ എന്തോ പ്രശ്നമാണ്, ഈഗോ പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ വരുന്നുണ്ട്. എടാ ഈ പറയുന്ന ആൾക്കാരില് പ്രത്യേകിച്ച് സഞ്ജു സാംസണെ പറ്റിയിട്ടാണ് പറയുന്നതെന്നും കൂടി ആലോചിക്കണം. അതായത് വേറൊരാളെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. സഞ്ജു സാംസൺ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്ന് സഞ്ജു സാംസൺ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് രാഹുൽ ദ്രാവിഡ് കാരണം മാത്രമാണ്. തീർച്ചയായിട്ടും. കാരണം സഞ്ജു സാംസൺ ഡെബ്യൂ ചെയ്യുന്നത് KKRന് വേണ്ടിയിട്ടാണ്.
ഡെബ്യൂ എന്ന്. അതായത് ഡെബ്യൂ എന്ന് പറയാൻ പറ്റില്ല, ഒരു IPL ഒരു ടീമിൽ എടുക്കുന്നത് KKRന് വേണ്ടിയിട്ടാണ്. ഒരു കളി പോലും ആ സീസൺ കളിച്ചിട്ടില്ല. ഫസ്റ്റ് സീസൺ കളിക്കുന്നത് രാജസ്ഥാന് വേണ്ടിയിട്ടാണ്. ഈ രാജസ്ഥാന് വേണ്ടി കളിക്കാൻ വേണ്ടിയിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് നമ്മുടെ ശ്രീശാന്താണ്. ആരെയാണ് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്? രാഹുൽ ദ്രാവിഡിനെ. എന്തും പറഞ്ഞിട്ടാണ്? ഈസ് എ ബ്രില്യൻ ബാറ്റർ, ഹി ഹിറ്റ് 6 sixes ഫ്രം മൈ ഓവർ എന്ന് പറഞ്ഞിട്ട്. അതായത് എന്നെ ഒരു ഓവറിൽ 6 6 അടിച്ചു എന്ന് രാഹുൽ ദ്രാവിഡിനെ കള്ളം പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്തവനാണ് ശ്രീശാന്ത്. അങ്ങനെ അപ്പൊ അവര് ഒരുപാട് ഇന്റർവ്യൂസ് ഒക്കെ ഉണ്ടായില്ലേ. അപ്പോ ഈ രാഹുൽ ദ്രാവിഡ് ശ്രീശാന്തിന്റെ മുഖത്തേക്ക് നോക്കണ്ടെന്ന്, നീ എന്നെ തന്നെ ആക്കിക്കോ എന്നുള്ള അർത്ഥത്തില്. അപ്പോ അങ്ങനെ ഇദ്ദേഹത്തിന്റെ ബാറ്റിംഗ്, അതായത് സഞ്ജുവിന്റെ ബാറ്റിംഗ് കണ്ടിട്ട് രാഹുൽ ദ്രാവിഡ് എന്ന അവനെ നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ടീമിൽ കയറിയത്. അങ്ങനെ ഇന്ന് ആ IPL നിന്ന് മാത്രമാണ് സഞ്ജു ഇന്ത്യൻ ടീമിന്റെ ഒരു ഭാഗമായി മാറി. എമർജിംഗ് പ്ലെയർ ആയിരുന്നു. അതായത് അദ്ദേഹത്തിന്റെ ഡെബ്യൂ മീൻസ് ലൈക്ക് ഫസ്റ്റ് സീസൺ, അതായത് അയാൾ കളിച്ച ഫസ്റ്റ് സീസണിലെ എമർജിംഗ് പ്ലെയർ ആയിരുന്നു. IPL എമർജിംഗ് പ്ലെയർ ആയിരുന്നു സഞ്ജു സാംസൺ. അതുകൊണ്ടാണ് ആദ്യമായിട്ട് ഇന്ത്യൻ ടീമിലേക്ക് കയറാൻ സാധിച്ചത്. അങ്ങനെ കയറാൻ കാരണക്കാരനായത് ആളാരാ? രാഹുൽ ദ്രാവിഡാണ്. പിന്നെ ഇതിൽ വേറൊരു വലിയൊരു പോയിന്റ് കിടക്കുന്നുണ്ട്. രാഹുൽ ദ്രാവിഡായിട്ടും ഇപ്പൊ അച്ഛനായിട്ടും അമ്മയായിട്ടും വഴക്കുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ വിൽക്കണത് അച്ഛനും അമ്മയല്ല. അച്ഛനും അമ്മയും വിലക്ക് മേടിച്ചേക്കണ വേറെ ആൾക്കാരുണ്ട്. ആരാ? ഈ ടീമിന്റെ ഓണേഴ്സ് ആണ് നമ്മളെ വിലക്ക് എടുത്തേക്കണത്. ഇതിലൊരു പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നീ ചോദിക്കാത്തൊരു പ്രശ്നമുണ്ട്. എന്തുകൊണ്ട് സഞ്ജു സാംസനെ രാജസ്ഥാൻ റോയൽസ് ഒഴിവാക്കണം എന്നൊരു ചോദ്യം. ആ ചോദ്യത്തിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റയാൻ പരാഗിന്റെ അച്ഛന്റെ അനിയൻ രാജസ്ഥാൻ റോയൽസിന്റെ ഒരു കോ ഓണറാണ്. അപ്പോ റയാൻ പരാഗിനെ ടീമിന്റെ ക്യാപ്റ്റനായിട്ട് നിർത്തണം. ടീമിന്റെ ക്യാപ്റ്റനായിട്ട് നിർത്തണമെങ്കിൽ, അതായത് സ്ഥിര ക്യാപ്റ്റനായിട്ട് നിർത്തണമെങ്കിൽ അതിനൊരു തടസ്സം എന്ന് പറയുന്നത് സഞ്ജു സാംസണാണ്. അങ്ങനെ സഞ്ജു സാംസൺ എന്ന് പറയുന്ന ആ ഒരു കരടിനെ ടീമിൽ നിർത്തി ഒഴിവാക്കിയാൽ റയാൻ പരാഗ് ക്യാപ്റ്റനാവും, സ്ഥിര ക്യാപ്റ്റനാവും. അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും? സഞ്ജു സാംസണ് ഇപ്പൊ ഇവർക്ക് ലേലത്തിൽ വെക്കാൻ പറ്റില്ല. ഇവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയാ, എന്റെ അടുത്ത് കുറച്ച് സാധനമുണ്ട്, ഞാൻ നിനക്ക് തരാം, നിന്റെ കുറച്ച് സാധനമുണ്ട്, നീ എനിക്കിതാ എന്ന് പറയുന്ന രീതിയിൽ എന്റെ അടുത്ത് ഇത്ര കാശിൽ ഞാൻ ഒരു സാധനം നിങ്ങൾ തരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിൽക്കാനേ പറ്റുള്ളൂ. അങ്ങനെയാണ് സഞ്ജു സാംസൺ വിൽക്കാൻ പോണത്. അങ്ങനെ ഉണ്ടെങ്കിൽ ലിറ്ററലി സഞ്ജു സാംസൺ എന്തായാലും പോവില്ല. സഞ്ജു സാംസന്റെ താല്പര്യം കൊണ്ട് സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിട്ടു പോവില്ല. രാഹുൽ ദ്രാവിഡ് തമ്മിൽ ഒരു പ്രശ്നവുമില്ല. കാരണം അദ്ദേഹത്തിന്റെ പേര് റാത്തോഡാണ് അദ്ദേഹത്തിന്റെ പേര്. ഞാൻ പറഞ്ഞില്ലേ, അതായത് സഞ്ജു സാംസൺ ഇരുന്നിട്ട് അന്ന് ഫിംഗർ ഇഞ്ചുറി ഉള്ളൊരു ടൈമിലാണല്ലോ, ഫിംഗർ ഇഞ്ചുറി ഉള്ളൊരു ടൈമിലാണ് മറ്റേ 4 ഫിംഗറിൽ. അപ്പൊ അതിലൊരു ബ്ലാക്ക് ഇതൊക്കെ ഇട്ടിട്ടാണ് അന്ന് വന്നിരുന്നത്. അപ്പൊ അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് സഞ്ജു സാംസൺ ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഇരിക്കാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇദ്ദേഹത്തിനെ എടുത്തിട്ട് ഇവിടെ മറ്റേ വിളിച്ചിരുത്തനൊക്കെ ഞാൻ ലൈവായിട്ട് കണ്ടോണ്ടിരിക്കുകയാണെന്നേ. അതിന്റെ വീഡിയോസ് എന്റെ ഫോണിൽ കിടക്കുന്നുണ്ട്. പിന്നെ ഇതിലൊരു വലിയൊരു ഇങ്ങനെ ഇൻ കേസ് ഇങ്ങനെ സംഭവിച്ചു നോക്കി, ഏത് ഇപ്പൊ ഇതിൽ പറയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു യെല്ലോ ലൈനിൽ സഞ്ജുവും ചാരുവും കൂടി നടക്കുന്ന സമയത്ത് ദ ടൈം ടു മൂവ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റയിലും ട്വീറ്റും ചെയ്തെന്ന് പറയുന്നു. ടൈം ടു മൂവ്, ഒരു യെല്ലോ ലൈൻ ഇത് വെച്ചിട്ടാണ് ഈ സോഷ്യൽ മീഡിയ മൊത്തം ഈ കിടന്ന് ചമ്മന്തി അരക്കണത്. ഇനി ഇതില് ഇതില് ഇൻ കേസ് ഇനിയിപ്പോ സഞ്ജു രാജസ്ഥാൻ ഈ പറയുന്ന പോലെ സഞ്ജുവിന്റെ താല്പര്യം കൊണ്ട് സഞ്ജു പോവില്ല. ഇനി രാജസ്ഥാൻ റോയൽസ് തീരുമാനിച്ചിട്ട് പറഞ്ഞു വിട്ടാൽ സംഭവിക്കാൻ പോകുന്ന അടുത്തൊരു പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഈ വളരെ വളരെ സിമ്പിൾ ആയിട്ടൊരു ചോദ്യം എല്ലാവർക്കും ഉള്ളൊരു കാര്യമുണ്ട്. IPLന്റെ ക്യാപിറ്റൽ, അതായത് ഇപ്പൊ ഒരു ഫസ്റ്റ് പ്രൈസ് അടിച്ചു കഴിഞ്ഞാൽ എത്ര എമൗണ്ട് കിട്ടും? 10 കോടി രൂപ എന്തോ ഉള്ളൂ. അതിന്റെ എനിക്ക് കറക്റ്റ് എമൗണ്ട് ഓർമ്മയില്ല, കൃത്യമായിട്ട് അറിയാം. ഇപ്പൊ 2025 ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഫൈനൽ, ഞാൻ കാണാനും പറ്റിയില്ല.
ഇത്തവണത്തെ എത്രയാണെന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല, 10 കോടി എന്തുവാണ്. ഓക്കെ, 20 കോടി പിടിച്ചോ. ഒരു പ്ലെയർക്ക് 26 കോടി കൊടുത്തിട്ടാണ് ഇയാളെ വിളിച്ച് മറ്റേ ഋഷഭ് പന്തിനെ ലക്നൗ വിളിച്ചേക്കണത് 26 കോടി രൂപ കൊടുത്തിട്ടാണ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ എന്തോ ഒരു പ്ലേയേഴ്സ് ഉണ്ട്, എത്രത്തോളം എന്താ പറയാ ഇതിന്റെ സപ്പോർട്ടിങ് സ്റ്റാഫ്സ് ഉണ്ട്, ഇവർക്കൊക്കെ പേയ്മെന്റ് കൊടുക്കണം അല്ലേ. അപ്പൊ ഇത് വെച്ചിട്ട് എങ്ങനെ ഇവരിത് മീറ്റ് ചെയ്യും? ഈ ക്യാപിറ്റൽ ഫണ്ട് വെച്ചിട്ട്, അതായത് ഫസ്റ്റ് പ്രൈസ് ഫണ്ട് വെച്ചിട്ട് ഇവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റും? ഒരു പ്ലെയറുടെ പേയ്മെന്റ് പോലും ഇവർക്ക് ആവുന്നില്ല, ഇല്ലേ? അപ്പോ ഇതില് ഫാൻ ബേസ് ആണ്, എന്താണ് സ്പോൺസർഷിപ്പ് ഉണ്ട്, അഡ്വർടൈസ്മെന്റ്സ് ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ടാണ് ഇവർ ഈ പറയുന്ന ഫണ്ട് ഇതാക്കുന്നത്. രാജസ്ഥാൻ റോയൽസിന് ഇപ്പൊ നിലവില് ഫാൻ ബേസ് ഏറ്റവും കൂടുതലുള്ള ടീമാണെന്ന് എനിക്കറിയോ? ഏതാ? അല്ല, ഈ നിലവില് ഏറ്റവും ഫാൻ ബേസ് ഉള്ള ടീം മുംബൈ ഇന്ത്യൻസ് ആണ്, സോറി ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. സെക്കൻഡ് ഉള്ളതെന്ന് പറഞ്ഞാൽ മുംബൈ ഇന്ത്യൻസ് ആണ്. തേർഡ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെന്നറിയാമോ? കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ്. ഫോർത്ത് ഉള്ള ടീം ഏതെന്നറിയാമോ? മറ്റേ ഇവരാണ്, എന്താണ് ലക്നൗ, സോറി എന്താണ് ഞാൻ വിട്ടുപോയി. ഫിഫ്ത്ത് ഉള്ളവരാണ് രാജസ്ഥാൻ, ഫോർത്ത് ഉള്ളവരുടെ എനിക്ക് വിട്ടുപോയി. ഫിഫ്ത്ത് ഉള്ളതാണ് രാജസ്ഥാൻ റോയൽസ്. ഫിഫ്ത്ത് ആലോചിച്ച് നോക്കണം, 5ാമത്തെ ഫാൻ ബേസ് ഉള്ള ടീമാണ് രാജസ്ഥാൻ റോയൽസ്. ഫസ്റ്റ് ഉള്ളത് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്, സെക്കൻഡ് മുംബൈ ഇന്ത്യൻസ്. ഇപ്പൊ ഇത്തവണ ഏറ്റവും 10ാം സ്ഥാനത്ത് കിടക്കുന്നതാണ് ചെന്നൈ അല്ലേ. രാജസ്ഥാൻ റോയൽസ് 5ാമത് കിടക്കുന്ന ഫാൻ ബേസിൽ. അതായത് ഇവർക്ക് ഈ ഫണ്ടുകൾ മൊത്തം വരുന്നത് ഈ ഫാൻ ബേസിൽ നിന്നും ഇവരുടെ ഈ പറയുന്ന പ്രൊമോഷനിൽ നിന്നും മാത്രമാണ്. സഞ്ജു ഉള്ളതുകൊണ്ട് മാത്രമാണ് രാജസ്ഥാൻ റോയൽസ് ഈ ഫാൻ ബേസിൽ മുമ്പിൽ നിൽക്കുന്നത്. സഞ്ജു കൂടി പോയാലത്തെ അവസ്ഥ എന്താ? തീർന്നു. അപ്പോ രാജസ്ഥാൻ റോയൽസ്, എനിക്ക് തോന്നുന്നില്ല രാജസ്ഥാൻ റോയൽസ് ബുദ്ധിയുള്ളവരാണെങ്കിൽ സഞ്ജുവിനെ പറഞ്ഞു വിടുന്നു. ഇനി പ്രേക്ഷകർക്ക് ഇപ്പൊ പറയാം, കാരണം ഈ സോഷ്യൽ മീഡിയയിൽ എഴുതി വരുന്നേ സഞ്ജു അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും. കാരണം സഞ്ജു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതായത് മറ്റേ എന്താണ് രോഹിത് ശർമ്മയ്ക്ക് മറ്റേ വിരാട് കോഹ്ലിക്ക് ഉണ്ടായ മോനാണ് സഞ്ജു സാംസൺ. അസാധ്യ പ്ലെയർ ആണ്. ലവ് യു മാൻ, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോ ഇനി പ്രേക്ഷകർക്ക് പറയാനുള്ളത് കമന്റ് വഴി പറയുക. സഞ്ജു സാംസൺ എന്റെ അഭിപ്രായത്തില് ഈ സീസൺ രാജസ്ഥാൻ റോയൽസ് തന്നെ കളിക്കും. വരുന്ന സീസൺ 2026 സീസൺ രാജസ്ഥാൻ റോയൽസിൽ തന്നെ കളിക്കും. ഇതില് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ആരോട് ചോദിക്കുക? എന്നോട് ചോദിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഏത് ടീമിലാണ് കളിക്കേണ്ട താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് ഒന്ന് കമന്റ് അടിക്കുക. അപ്പോ ബൈ. താങ്ക് യു.